ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ജീവൻ സുജാതയോട് വളരെ ഭീഷണിയോടെ സ്വരത്തിൽ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് നിത്യ അവിടേക്ക് വരുന്നത്. നിത്യയെ കണ്ടപാടെ ജീവൻ വളരെ സ്നേഹമുള്ള ഒരു മകനായിട്ട് സുജാതയുടെ മുന്നിൽ അഭിനയിക്കുന്നുണ്ട്. നിത്യ അകത്തേക്ക് കയറി വന്ന സമയം ജീവൻ നിത്യയോട് പറയുന്നു, പണിയെടുക്കുന്ന സമയത്ത് അമ്മയുടെ നെറ്റി എവിടെയോ ഇടിച്ചെന്ന്. ഞാൻ നെറ്റി നോക്കുകയായിരുന്നു. നിങ്ങൾ സംസാരിച്ചിരിക്കെ ഞാൻ പുറത്തേക്ക് പോയിട്ട് വരാം, വെറുതെ ഒന്ന് നടക്കാന്ന് കരുതി എന്ന് പറഞ്ഞ് ഒന്ന് അമ്മയെ നോക്കിയിട്ട് ജീവൻ അവിടെ നിന്ന് പോകുന്നു. അമ്മേ, ഒന്നിങ്ങ് വന്ന് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്, വാ അമ്മേ എന്ന് പറഞ്ഞ് നിത്യ സുജാതയും കൂട്ടി അപ്പുറത്തേക്ക് പോകുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അമ്മേ, നമ്മൾ ഇനിയും ഇത് കണ്ടില്ലാന്ന് നടിക്കുന്നത് ശരിയല്ല. ജീവന് പ്രത്യേകിച്ച് മാറ്റം വന്നിട്ടില്ലെന്ന് അമ്മ പറയുമായിരിക്കും. അത് അമ്മയുടെ മനസ്സിലെ കഴിഞ്ഞ കാലത്തെ പേടി കൊണ്ടാണ്. ഇപ്പോൾ അമ്മയുടെ മുന്നിൽ നിന്ന് പോയ ജീവനുണ്ടല്ലോ, എത്ര ശാന്തമായിട്ടാണ് സംസാരിക്കുന്നത്. ഇത് കേട്ട് സുജാത പറയുന്നു, അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമുക്ക് ഇനി ഇതൊക്കെ അവസാനിക്കാമേ. ജീവന്റെ കാര്യമില്ലേ, അതൊക്കെ അങ്ങ് കഴിഞ്ഞേക്ക്, ഇതൊക്കെ നമുക്കിനി അവസാനിപ്പിക്കാം. എന്നിട്ട് നമുക്ക് ജീവനെയും കൊണ്ട് പഴയതുപോലെ നാട്ടിലേക്ക് പോകാം. അവിടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാം. അത് ശരിയാവില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് സുജാത ദേഷ്യത്തോടെ എഴുന്നേൽക്കുമ്പോൾ നിത്യ പറയുന്നു, അത് ശരിയാകണം. വെറുതെ എന്തിനാ മറ്റുള്ളവരുടെ ജീവിതം കൂടി പാഴാക്കുന്നത്? നമ്മുടെ എല്ലാവരുടെയും ജീവിതം തിരിച്ചു വേണമെന്ന് ജീവൻ ആഗ്രഹിക്കുന്നില്ലേ? വാശി കൊണ്ട് അതില്ലാണ്ടാക്കേണ്ട കാര്യമുണ്ടോ അമ്മേ? ഞാൻ അച്ഛനെ വിളിക്കുന്നുണ്ട്, ഞാൻ അച്ഛനോട് സംസാരിക്കാം. ഇത് കേട്ട് സുജാത ദേഷ്യത്തോടെ പറയുന്നു, നീയാണോ എൻ്റെ കുടുംബത്തിലെ കാര്യം തീരുമാനിക്കുന്നത്? നിന്റെ കൺമുന്നിൽ നീ കാണുന്നതല്ല സത്യം. യാഥാർത്ഥ്യം പറഞ്ഞാൽ നീ തകർന്നു പോകും. അമ്മ വീണ്ടും അത് തന്നെയാണ് പറയുന്നത് എന്ന് നിത്യ പറയുമ്പോൾ സുജാത പറയുന്നു, എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ഞാൻ ഇപ്പോൾ പെടുന്ന പാടില്ലേ, അത് നിനക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് ഭ്രാന്തായിട്ടില്ല, അതിന് തൊട്ടടുത്തേക്ക് എല്ലാവരും കൂടി എന്നെ എത്തിക്കും. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ സത്യമല്ലെന്ന് ജീവനോട് ഒരിക്കലും പറയാൻ പാടില്ല. അത് മോൾ എനിക്ക് വാക്ക് തരണം. നീ എൻ്റെ മോളാണെങ്കിൽ, നീ എന്നെ സ്നേഹിക്കുന്നത് സത്യമാണെങ്കിൽ എൻ്റെ അറിവില്ലാതെ ഒരിക്കലും നീ ഒന്നും തുറന്നു പറയരുത് എന്ന് പറഞ്ഞിട്ട് വാക്ക് പറയാൻ പറയുന്നുണ്ട്. സുജാത കൈ നീട്ടുന്നു. നിത്യയാണെങ്കിൽ വളരെ വിഷമത്തോടെയും അമ്മ പറഞ്ഞത് കൊണ്ട് മാത്രം വാക്ക് കൊടുക്കുന്നുണ്ട്. നിത്യ ഒരിക്കലും ഞാൻ അമ്മയെ മറക്കില്ല, കാരണം സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും രൂപമായിട്ട് ഞാൻ ഒരാളെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അമ്മ ഒന്ന് ആലോചിക്കണം, വ്യക്തമായിട്ട് ആലോചിക്കണം എന്ന് നിത്യ പറഞ്ഞു. പിന്നീട് കാണിക്കുന്നത് വീണ നല്ല ഉറക്കമാണ്. അവിടേക്ക് അമ്മാവൻ വരുന്നു. വീണയ്ക്ക് നല്ല പനിയാണ്. എന്താ അമ്മാവ എന്ന് ഹരി ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുന്നുണ്ട്, അവള് പുതച്ചു മൂടി കിടക്കുകയാണ്. ഡോക്ടറിനടുത്ത് പോകണോ എന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നോ എന്ന് ഹരി ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുന്നു, എന്ത് വിശ്വാസത്തിലാണ് ചോദിക്കുന്നത്? അവൾക്ക് പനിയുണ്ടോ എന്ന് നമുക്ക് എന്താ ഉറപ്പ്? പുതച്ചു മൂടി കിടക്കുന്നതിന് അവൾക്ക് വേറെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിലോ? സുഖമില്ലാതെ കിടന്നാലും അവൾക്ക് അഹങ്കാരത്തിനൊരു കുറവുണ്ടാവില്ല. പിന്നെ തൻ്റെ ഇടമുള്ള ആളല്ലേ, മരുന്ന് വാങ്ങണമെങ്കിൽ തനിച്ചു പോയി വാങ്ങട്ടെ. അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും ഫോണിൽ വിളിച്ചാൽ മതിയല്ലോ, സ്വന്തം കാര്യം നോക്കാൻ ഓടി വരില്ലേ? അമ്മാവൻ പറയുന്നതിൽ വാസ്തവമുണ്ട്. എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകാതിരിക്കാൻ വീണ് ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ ഹരി. ഒളിഞ്ഞും തെളിഞ്ഞും ആ ജീവനോട് അവൾ സംസാരിക്കുന്നുണ്ട്, അറിയാമോ? ഈനാമ്പേച്ചിക്ക് മരപ്പട്ടിക്കൂട്ട്, അത്ര തന്നെ. രണ്ടിൻ്റെയും ഉദ്ദേശം സ്വൈര്യ ജീവിതം തകർക്കുക എന്നതാണ് എന്ന് അമ്മാവൻ പറയുന്ന സമയത്ത് നിത്യ അവിടേക്ക് വന്നു. കുറച്ചു നേരം കൂടി നോക്കാം, എന്നിട്ടും എഴുന്നേറ്റില്ലെങ്കിൽ എവിടേക്കെങ്കിലും കൊണ്ടുപോകാം എന്ന് ഹരി പറയുന്നുണ്ട്. എന്താ അമ്മാവ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നിത്യ. ഒരു പ്രശ്നമില്ല, കുറേ നേരമായിട്ട് വീണ ആ മുറിയിൽ പുതച്ചു മൂടി കിടക്കുകയാണെന്ന് അമ്മാവൻ. എന്നിട്ട് നോക്കിയില്ലേ എന്ന് നിത്യ. നോക്കാന്ന് ഞാൻ പറഞ്ഞത്, അമ്മാവൻ സമ്മതിക്കുന്നില്ലെന്ന് ഹരി പറഞ്ഞു. ഇതെന്തൊക്കെയാ ഈ പറയുന്നത്? അസുഖത്തിനോടും മരണത്തോടും ആർക്കെങ്കിലും പക സൂക്ഷിക്കാൻ കഴിയോ? ഇത് ആർക്ക് വേണമെങ്കിലും വരാവുന്നതല്ലേ എന്നൊക്കെ നിത്യ. ഇത് പറഞ്ഞ് മോളിപ്പോൾ അവളെ ചികിത്സിക്കാൻ പോവുകയാണോ എന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ, ഞാൻ ചെന്ന് നോക്കട്ടെ, പനിയുടെ മരുന്ന് ഇവിടെ ഇരിപ്പുണ്ട്, അതെടുത്ത് കൊടുക്കാം. കുറവില്ലെങ്കിൽ ഡോക്ടറിന്റെ അരികിൽ കൊണ്ടുപോയേ പറ്റൂ എന്ന് നിത്യ പറഞ്ഞു. മോളെ കിട്ടിയത് കൊണ്ടൊന്നും നീ പഠിച്ചില്ലേ എന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ, പറയുന്നവർ പറട്ടെ, കേൾക്കുന്നവർ കേട്ടോണ്ടിരിക്കും, അതിനെന്താ എന്നൊക്കെ പറയുന്നു. അമ്മാവൻ പറയുന്നു, കിടക്കുന്ന കിടപ്പിൽ അവള് നിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഞാൻ കേട്ടാൽ അവള് അകത്ത് കയറി ഞാൻ ചവിട്ടിക്കൂട്ടുമെന്ന് പറയുന്നു. അമ്മാവൻ എന്തായാലും ഈ വിഷയത്തിൽ ഇടപെടണ്ട. ഇനിയിപ്പോൾ വീണ എന്തെങ്കിലും അഹങ്കാരം പറഞ്ഞാൽ പോലും ഞാൻ അത് സാരമാക്കില്ല. അമ്മാവൻ അതിൽ ഇടപെടുകയും വേണ്ട എന്ന് അമ്മാവൻ പറഞ്ഞു. ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് നിത്യ വീണയുടെ മുറിയിലേക്ക്, വീണയുടെ അരികിലേക്ക് പോയി. വീണയുടെ അരികിലിരുന്ന് വീണയുടെ നെറ്റിയിൽ തൊട്ടു നോക്കുന്നു. ഒരു താല്പര്യമില്ലാതെ മുഖം തിരിക്കുകയാണ് വീണ. നല്ല പനിയുണ്ടല്ലോ, ഹോസ്പിറ്റലിൽ പോയാലോ എന്ന് നിത്യ ചോദിക്കുമ്പോൾ വീണ പറയുന്നുണ്ട്, വേണ്ട, എനിക്ക് ഒരിടത്തും പോണ്ട. അസുഖത്തിനോട് വാശി പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എൻ്റെ അരികിൽ മരുന്നുണ്ട്, എടുത്തു തന്നാ കഴിക്കുമോ എന്ന് പറഞ്ഞ് നിത്യ മരുന്നെടുക്കാനായി പോകുന്നു. നിത്യ ആ മരുന്ന് ഇപ്പോൾ വീണയ്ക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് കഴിച്ചാൽ ഉടൻ അസുഖം മാറും. ആദ്യം വാങ്ങിക്കാതിരുന്നെങ്കിലും വീണ വീണ്ടും
വീണ പിന്നീട് നിത്യയുടെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങി കഴിക്കുകയാണ്. വീണ, ഈ അവസ്ഥയിൽ ഞാൻ പറയുന്നുണ്ടെന്നും തോന്നരുത്. നമ്മുടെയൊക്കെ ശൗര്യവും തന്റെയിടവും ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ അസുഖം വന്ന് തീരാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ തന്റെ അച്ഛനുണ്ട്, തന്റെ മോളുണ്ട്. ആരെങ്കിലും ഒന്ന് അടുത്ത് വരണമെന്ന് തോന്നിയോ? എല്ലാവരെയും വെറുപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോഴേ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകൂ എന്ന് പറഞ്ഞു. ഗ്ലാസ് വീണ ഇപ്പോൾ നിത്യയുടെ കയ്യിൽ കൊടുത്തിട്ട് ഒരു താങ്ക്സ് പറഞ്ഞു. ഇനി എൻ്റെ അസുഖത്തിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടണ്ട. എനിക്ക് അങ്ങനെ ഒരു ബാധ്യത ഉണ്ടാകുന്നത് ഇഷ്ടമല്ല. നിത്യ പറയുന്നു. ഇതാണ് വീണയുടെ കുഴപ്പം. വീണ ആദ്യം ഓക്കെ ആകട്ടെ, കിടന്നോ എന്ന് പറഞ്ഞ് നിത്യ പോകുന്നു. ശേഷം കാണിക്കുന്നത് കല്യാണിയും ആദിമോനും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അവർ ഒരു സ്ഥലത്ത് പോകുന്നതിനെ പറ്റി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം നിത്യ അവിടേക്ക് വരുന്നു. നമ്മുടെ സ്കൂളിന്റെ അരികിൽ ഒരു കുന്നില്ലേ, അവിടെ നെല്ലിമരമുണ്ട്, മറ്റു പല സാധനങ്ങളും ഉണ്ട്. നമുക്ക് അവിടേക്ക് പോയാലോ എന്ന് പറയുമ്പോൾ ആ കുന്നിലേക്ക് ആരും പോകാറില്ല. എനിക്ക് നിത്യ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഹരിയങ്കളിനെയും കൂട്ടി അങ്ങോട്ടേക്ക് ചെന്നാലോ എന്ന് ആദ്യം പറയുമ്പോൾ നിത്യ പറയുന്നു, വേണ്ട മോനെ, പിള്ളേര് പറയുന്നത് കേട്ട് നമ്മൾ അങ്ങോട്ടേക്ക് ചെന്നാലേ അപകടം ഉണ്ടാകും. മോളെ വന്നേ എന്ന് പറഞ്ഞ് കല്യാണിയും കൂട്ടി മാറ്റി നിർത്തി സംസാരിക്കുകയാണ് നിത്യ. എന്താ എന്ന് ആദി ചോദിക്കുമ്പോൾ കല്യാണിമോക്ക് സന്തോഷമുള്ള കാര്യമാണെന്ന് നിത്യ. അത് എന്നോടും പറഞ്ഞൂടെ എന്ന് ആദ്യമോൻ അമ്മയുടെ കൂടെ ഇരിക്കുന്നത് സന്തോഷമല്ലേ? അങ്ങനെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് കല്യാണിമോൾ ഇപ്പോൾ പോയിരിക്കുന്നത് എന്ന് നിത്യ പറയുന്നുണ്ട്. വീണയാണെങ്കിൽ പുതച്ച് മുടി കിടന്നുറങ്ങുന്നു. കല്യാണി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. വാതിൽ അടച്ചിട്ടേക്കുകയാണ്. വാതിൽ തുറന്നു പോകാൻ ആദ്യം ഒരു മടി കാണിച്ചു നിൽക്കുന്നു. പിന്നീട് വാതിൽ തുറന്ന് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കല്യാണി വീണയുടെ നെറ്റിയിൽ തൊട്ടു നോക്കുന്നു. ഇതൊന്നും വീണ അറിയുന്നില്ല. ഇതേസമയം നിത്യ ആദിമോനെ ഒരുക്കുകയും മുടിയൊക്കെ ചീപ്പി കൊടുക്കുകയും ചെയ്യുന്നു. ആദ്യം പറയുന്നുണ്ട് കല്യാണിയോട്, അമ്മ രഹസ്യമായി പറഞ്ഞ കാര്യം കല്യാണി എന്നോട് പറഞ്ഞു കേട്ടോ. ഇപ്പോൾ വീണാൻറ്റിയുടെ അരികിലേക്ക് കല്യാണി പോയി കാണുമോ? പോകാൻ ഞാൻ പറഞ്ഞു, എന്തായാലും പോയി കാണും എന്ന് നിത്യ പറയുന്നു. എന്നാൽ ഇതേ സമയം കല്യാണിയെ കാണിക്കുന്നുണ്ട്. കല്യാണി കുറച്ച് വെള്ളവും അതിലൊരു തുണിയൊക്കെ ആയിട്ട് വെള്ളത്തിൽ തൊട്ട് വെള്ളം നിറഞ്ഞ തുണി ഇപ്പോൾ വീണയുടെ നെറ്റിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതും വീണ അറിയുന്നില്ല. വീണയാണെങ്കിൽ നല്ല ഉറക്കത്തിൽ തന്നെയാണ്. 2-3 തവണ മാറ്റി മാറ്റി ഇടുന്നു. പിന്നീട് കഴുത്തിൽ വെച്ചപ്പോൾ അത് വീണ അറിഞ്ഞു. വീണ ഇപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കല്യാണി നിൽക്കുന്നുണ്ട്. വളരെ ദേഷ്യത്തോടെ എഴുന്നേൽക്കുകയാണ് വീണ. ഈ സമയത്ത് ആദ്യം കൂട്ടി നിത്യ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.